പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ ആനമങ്ങാട് കൃഷ്ണപ്പടി വളവിൽ പാചകവാതക ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഗ്യാസ് നിറച്ച് മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഇതേ തുടർന്ന് നിരോധിച്ചു. എതിരെ വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ടാങ്കർ നിയന്ത്രണം വിട്ടതെന്ന് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറും ദൃക്സാക്ഷികളും പറഞ്ഞു. മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് ഗ്യാസ് കയറ്റി പോവുകയായിരുന്ന ടാങ്കർ ലോറി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് ആനമങ്ങാട് കൃഷ്ണപ്പടി വളവിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. വളവിൽ എതിരെ വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചതോടെ ടാങ്കർ ലോറി നിയന്ത്രണം വിടുകയാണ് ഉണ്ടായതെന്ന് ഡ്രൈവർ തൃച്ചി സ്വദേശി രാജ്, ദൃക്സാക്ഷിയായ ചെർപ്പളശ്ശേരി സ്വദേശി രാജേഷ് എന്നിവർ പറഞ്ഞു. நான் கரெக்டான ரூட்டில் எக்ஸ்ட்ரா கியரில் வந்துட்டு இருந்தேன் சார். மேலே ஏறுறது லோடில் இருந்துட்டு இருக்கப்ப கார் இங்கேருந்து வந்தப்போ மங்களாபுரம் போகிற கார் ஆப்போசிட் ராங் ரூட்டில் நான் ரைட் இழுக்கவும் எனது கார் கண்ட்ரோல் இல்லாமல் இதாகிடுச்சு, அப்செட் ஆகிடுச்சு சார். അപ്പോൾ என்ன സംഭവിച്ചു? என்ன സംഭവിച്ചു? അല്ല അതല്ല കേൾക്കറേ. അപ്പം എന്നാ സംഭവിച്ചെന്ന് അത് ഞാൻ പറഞ്ഞതാ. പുള്ളി വണ്ടി എടുത്ത് വന്നപ്പോൾ ഒരു കാർ ഓപ്പോസിറ്റ് വന്നതാ. പുള്ളി കാറിന് ഇടിക്കേണ്ട വെച്ചിട്ട് പുള്ളി വണ്ടി എന്താക്കി അത് വന്ന കാറ് ഓപ്പോസിറ്റ് വന്നിട്ട് റോങ് സൈഡ് കയറി. അപ്പോൾ പുള്ളി ഇടിക്കേണ്ട വെച്ചിട്ട് നേരം ചെയ്ത് നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചപ്പോൾ നമ്മുടെ ആ വളവ് കയറ്റുണ്ടല്ലോ, ആ കയറ്റത്തെ കയറി വണ്ടി ഇതായത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ആഞ്ഞു വന്ന ഒറ്റ വീഴ്ചേ വീണ വഴിക്ക് നമ്മളവിടെ വണ്ടി നിർത്തി പുള്ളീനെ പുറത്തിറക്കി. പുള്ളിയോട് ചോദിച്ചു ലീക്ക് ഉണ്ടോ ചോദിച്ചു. ലീക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നമ്മൾ നാട്ടുകാരൊക്കെ പാടെ കൂടി പുള്ളീനെ എല്ലൊക്കെ വരുത്തിയിട്ട് നമ്മളിങ്ങനെ നിൽക്കണം. ഇപ്പോൾ കൃഷ്ണപ്പടി വളവിൽ ട്രാൻസ്ഫോർമറിന് തൊട്ടാണ് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത്. ടാങ്കറിൽ ചോർച്ച സംഭവിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി നിയന്ത്രണം ഏറ്റെടുത്തു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനങ്ങൾ തിരിച്ചുവിട്ടു. മുണ്ടൂർ തൂത സംസ്ഥാന പാത വന്നതോടെ കൂടുതൽ ടാങ്കർ ലോറികളും വലിയ ചരക്ക് വാഹനങ്ങളും ആനമങ്ങാട് വഴി പോകുന്നുണ്ട്. റോഡിന്റെ പല ഭാഗങ്ങളിലും വീതി കുറവാണ് പ്രധാന പ്രശ്നം. ആനമങ്ങാട് വിളക്കത്ര വളവിലും കൃഷ്ണപ്പടി വളവിലും അപകടങ്ങൾ പതിവാണ്. ടാങ്കർ ലോറി മറിയാൻ ഇടയാക്കിയത് ഇവിടുത്തെ വളവും എതിരെ വന്ന കാറും കാരണമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലനിധി ഓഫീസിലാണ് ഇരിക്കുന്നത്. ഓഫീസിൽ മറ്റേ ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞങ്ങൾ ഓടി വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാസ് വണ്ടി ടാങ്കർ ലോറി ക്യാപ്സൂൾ അത് മറിഞ്ഞിരിക്കുകയാണ്. അത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എതിരെ ഒരു കാറുകാരൻ വണ്ടിയുടെ നേരെ മുമ്പിലേക്ക് വന്ന് ചാടുകയും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സൂൾ മറ്റേ ഡ്രൈവർ വണ്ടി വെട്ടിക്കുകയും തിരിച്ച് വെട്ടിക്കുന്ന സമയത്ത് വണ്ടി അപ്പുറത്തേക്ക് മറിയുകയാണ് ചെയ്തത്. എന്താണ് പറയൂ. പിന്നെ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുകളിലിരിക്കുകയായിരുന്നു. മുകളിലിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടപ്പോൾ വണ്ടി ഒരു ടാങ്കർ ലോറി ഇവിടെ നിന്ന് ഒടിച്ചു. പക്ഷേ ഡ്രൈവർ പറഞ്ഞ എന്താ ഒരു കാറ് ഫ്രണ്ടിൽ വന്നതുകൊണ്ട് പുള്ളിക്ക് കൺട്രോൾ കിട്ടിയില്ല. ഇവിടെ കുഴിയിൽ ചാടുകൊണ്ട് ആ ചാടിയത് കാരണം വെട്ടിച്ചപ്പോൾ വണ്ടി മറിഞ്ഞു. പക്ഷേ ആളഭയമൊന്നുമില്ല, അതിൻ്റെ ഒരു സമാധാനം. ചേളാരിയിൽ നിന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അധികൃതരെത്തി ടാങ്കറിലെ ഗ്യാസ് മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും.